ഓഹ്, അമിത വേഗതയിൽ വന്ന കാർ ഇടിച്ച് 2 പേർ മരണപ്പെട്ടു. അതോടുകൂടി ചിലപ്പോൾ ഈ ന്യൂസ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ സത്യത്തിൽ നടക്കുന്നത് മൂന്നാമതൊരു വിഭാഗം അഥവാ പബ്ലിക് പ്ലേസായ റോഡ് യൂസ് ചെയ്യാൻ രണ്ട് വിഭാഗത്തിന് അവകാശമുള്ളൂ. ആരൊക്കെയാണ് ഈ 2 വിഭാഗം? എന്നാൽ ഇവിടെ മൂന്നാമതൊരു വിഭാഗം ആര് യൂസ് ചെയ്തു? കൃത്യമായി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അമിത വേഗതയിൽ വന്ന കാറാണോ അല്ലെങ്കിൽ വേറൊരു ടീം കയ്യേറിയതാണോ ഈ അപകടത്തിന് കാരണം, മരണത്തിന് കാരണം? നമ്മൾ നോക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി, റോഡ് യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വരുന്ന കാൽനടയാത്രക്കാർക്ക് മാന്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള സ്പേസ് പ്രകാരം അത് സീബ്ര ക്രോസ് ചെയ്തുകൊണ്ട് മാന്യമായ രീതിയിൽ അതിനൊരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം അവർക്ക് യൂസ് ചെയ്യാം. രണ്ടാമതൊരു വിഭാഗം വരുന്നത് ട്രാഫിക് നിയമങ്ങളും കാര്യങ്ങളും സൈൻ ബോർഡുകളും അതേപോലെ ട്രാഫിക് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അമിത വേഗതയൊന്നും ഇല്ലാതെ ലഹരിയൊന്നും യൂസ് ചെയ്യാതെ വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും റോഡ് ഉപയോഗിക്കാം. ഈ 2 വിഭാഗം അല്ലാത്ത ഒരു വിഭാഗം ഇവിടെ റോഡ് കയ്യേറിയിട്ടുണ്ട്. അഥവാ ആ ഫുട്പാത്തിൽ ഒരു വാഹനപുക പരിശോധനയുടെ ഒരു ബോർഡ് വെച്ചു. അതുവഴി പോകേണ്ട കാൽനടയാത്രക്കാർ റോഡിലേക്ക് കയറി, റോഡ് വഴി പോകേണ്ട കാറ് വന്നിട്ട് ഇവരെ ഇടിച്ചു. ഇവിടെ മൂന്നാമതൊരു വിഭാഗം കയ്യേറിയതാണ് ഈ അപകടത്തിന് കാരണം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണം ഇതൊക്കെ തന്നെയാണ്. റോഡിൽ പല കയ്യേറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും സാധനം വിൽക്കുന്നതും വാങ്ങുന്നതും, അതുപോലെ അനധികൃത പാർക്കിങ്, അതേപോലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഇറക്കിയിടുക, കച്ചവടക്കാർ സാധനം ഇറക്കിയിടുക, ഫുട്പാത്ത് കയ്യേറുക, ഇത് ഭയങ്കര അപകടത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഇത് കാണുന്നിടത്ത് എടുത്ത് വലിച്ചെറിയാനും ജനങ്ങൾ തയ്യാറാത്തോടത്തോളം കാലം ഈ തെറ്റിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മരണപ്പെട്ട ആംബുലൻസ് വീട്ടിലേക്ക് വന്നിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കൂല ഇതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ച് അതിൽ പോയി കിട്ടിയ ഇൻഫർമേഷൻ മാക്സിമം നമ്മൾ ഗ്രൂപ്പുകളിലും അതേ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. എന്നിട്ട് യുവാക്കളെയും ജനങ്ങളെയും കാൽനടയാത്രക്കാരും വാഹനം യൂസ് ചെയ്യുന്ന ആളുകളെ ബോധേടാക്കുക. ഇനി തെറ്റാണ് ഈ അപകടത്തിന് കാരണം, ആ കുടുംബം അനാഥയാവാനുള്ള കാരണം ഈ നിസാര കാരണമാണെന്ന് കാണിച്ചു കൊടുക്കുക. എത്രയോ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്ന ആൾ മരണപ്പെടുന്ന നിസാരമായ കാരണം കൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധേടാക്കാനും കൂടി ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ ഫലം കാണും എന്ന് മനസ്സിലാക്കുക. കാരണം ഇന്ന് 10 ആൾ മരിച്ചു, നാളെ 12 ആൾ മരിച്ചു, ഇതിങ്ങനെ എണ്ണം കൂടി പോവാണ്. അപ്പോൾ റോഡിലേക്ക് ഒരു നിലക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ റോഡ് പല ആളുകളും കയ്യേറിയിട്ടാണ് ഈ അപകടങ്ങൾക്ക് കാരണം. അപ്പോൾ ഇതിനൊക്കെ എതിരെ ശബ്ദിക്കണം, പ്രതികരിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ ശബ്ദിക്കുക. പുതിയൊരു നാളേക്കായി നമുക്ക് ഒന്നിച്ച്